മരം. കപ്പ മരത്തിൻ്റെ നമുക്ക് ഇത് നിസ്സാരമായി കാണുന്നുണ്ടെങ്കിലും നമ്മുടെ നാട്ടിൽ സുലഭമായി കാണുന്നത് കൊണ്ട് ഇതിന് അത്ര വില കൊടുക്കുന്നില്ല അന്ന്. പക്ഷേ ഇതിൻ്റെ താഴെ മുതൽ ഏറ്റവും ഉയരം വരെ എല്ലാ ഔഷധങ്ങളാണ്. ഓരോ പാർട്സ് നോക്കുമ്പോൾ പപ്പായ എന്ന് അറിയപ്പെടും. ഇത് ഡെങ്കിപ്പനിക്ക് ഇത് വളരെയധികം ഗുണം ചെയ്ത് കാണുന്നുണ്ട്. ഇത് കഷായം വെച്ച് കഴിച്ചാൽ നമുക്ക് പനി ഒഴിവാക്കാൻ പറ്റും, പനി മാറിക്കിട്ടും. അതേപോലെ ഇതിൻ്റെ പപ്പായ, ചള്ള് പപ്പായ ഈ വായ്പുണ്ണിന് വളരെയധികം ഗുണം കണ്ടുവരുന്നുണ്ട്. വായ്പുണ്ണ് വന്ന് വിഷമിക്കുന്ന ഒരുപാട് പേഷ്യൻറ്റിന് ഇതിൻ്റെ ഇളം കായ പൊട്ടിച്ചാൽ നല്ല പാല് വരുന്ന ആ കായ എടുത്ത് തോരൻ വെച്ച് കഴിച്ചാൽ ഒരു 5 ദിവസം കഴിച്ചാൽ നമുക്ക് ഇത് മാറിക്കിട്ടും. മാറിയതായിട്ട് ഞങ്ങൾക്ക് ഒരുപാട് അനുഭവത്തിൽ കണ്ടിട്ടുണ്ട്. ഈ ഇടക്കാലത്ത് വന്നൊരു പേഷ്യൻ്റ് നല്ല പാട്ട് പാടുന്നൊരു പെൺകുട്ടിയായിരുന്നു. അവർക്ക് ഈ വായ്പുണ്ണ് വർഷങ്ങളായിട്ട് ഉണ്ടായിരുന്നു, തുടർച്ചയായിട്ട് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഈ പപ്പായ ഈ കറി വെച്ച് കൊഴുത്തതിന് ശേഷമാണ് അവർക്കിത് മാറിക്കിട്ടിയത്. ഒരുപാട് അലോപ്പതി മരുന്നുകൾ കഴിച്ചിട്ടുണ്ട് ആ കുട്ടി. അവസാന ഘട്ടത്തിൽ ആത്മഹത്യൻ്റെ വക്കിലെത്തി. ഇത് മാറില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ പപ്പായ ആയിരുന്നു അതിൻ്റെ മരുന്നായിട്ട് ഞങ്ങൾ കൊടുത്തത്. സൈഡായിട്ട് മറ്റ് മരുന്ന് കൊടുത്തിട്ടുണ്ട്. പ്രധാനമായിട്ട് ഇതായിരുന്നു ഞങ്ങൾ കൊടുത്തൊരു മരുന്ന്. ആ പപ്പായ വീട്ടിൽ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, വീടിനേക്കാളും ഉയർന്ന് പപ്പായ വളരാൻ പാടില്ല. അത് മുറിച്ച് കളയണം. ഈ റേഡിയേഷൻ ഒരുപാടുള്ള ഒരു ചെടി കൂടിയാണ് ഈ പപ്പായ. ബ്ലഡ് കൂടാൻ വേണ്ടി നമുക്ക് ഇതിൻ്റെ ഇല വളരെയധികം ഗുണം ചെയ്യുന്നുണ്ട്. ഹീമോഗ്ലോബിൻ കൂടാൻ വേണ്ടി ഇതിൻ്റെ ഇല നമുക്ക് വേവിച്ച് കഴിച്ചാൽ വളരെ ഗുണം കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ അനുഭവത്തിൽ ഒരുപാട് പേഷ്യൻ്റ് ഞങ്ങൾക്ക് നേരെയാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ പപ്പായ നിസ്സാരമായ ഒരു ചെടിയല്ല, വളരെയധികം വിലമതിക്കുന്ന ഒരു ചെടിയാണ്. നമ്മൾ വീടുകളിൽ നിസ്സാരമായിട്ട് കാണുന്ന ഒരു മരാണെങ്കിലും പക്ഷെ നിസ്സാരമല്ല, അത് പ്രധാനമായിട്ട് ഒരു ചെടിയാണ് പപ്പായ. പപ്പായ കാണിച്ചു കൊടുക്കാൻ പോയാ വെയിലടിച്ചിട്ട് അതെ.